ആരാ അത്? ഞാനാ കുഞ്ഞുഞ്ഞമ്മേ. വരൂ അച്ചോ, വരൂ. വാ. വാ, ഇരിക്കൂ. പറയൂ, എന്താ വിശേഷിച്ച്? വിശേഷിച്ചിപ്പോ നമ്മള് പറയുകയാണെങ്കിൽ തുമ്മിക്കച്ചോ, എനിക്കൊന്നുമില്ല. ഇനി പറയാനല്ലോ. അതായത് കുഞ്ഞുഞ്ഞമ്മേ, ഈ ദൈവത്തിന്റെ വിധി, അതായത് ദൈവത്തിന്റെ പരീക്ഷണങ്ങൾ, പക്ഷേ മനുഷ്യൻ ചെയ്യേണ്ടത് ചെയ്തല്ലേ പറ്റൂ. എന്തിനാച്ചോ ഇതൊക്കെ എന്നെ പഠിപ്പിക്കുന്നത്? അല്ല, നമ്മുടെ മാത്യൂസ് പറഞ്ഞപ്പോൾ ആ പേരെനിക്ക് കേൾക്കണ്ട. വേറെ വല്ലതുണ്ടെങ്കിൽ പറയൂ. വളരെ പ്രധാനപ്പെട്ടതായ എനിക്ക് കേൾക്കണ്ടെന്ന് അച്ഛൻ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി. അല്ല കുഞ്ഞുഞ്ഞമ്മേ, മാത്യൂസ് പറഞ്ഞത്. അച്ഛോ, പൊന്നച്ചോ, അയാളെ കുറിച്ച് ഒന്നും എനിക്ക് കേൾക്കണ്ട. മുഹവര പറഞ്ഞത്. കുഞ്ഞുഞ്ഞമ്മേ, ദേവി തന്നെ ഉദ്രവിക്കരുത്. ഞാൻ പറയുന്നത് എന്താണെന്ന് കേൾക്കണ്ട. പറയുന്നത് കേൾക്കുകയില്ല. എന്തെങ്കിലും പറയാമെന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഓരോ നിശ്ചയങ്ങൾ പറയാൻ പറയും, പറയണ്ടെന്ന് പറയും. ഇനി സമയമുണ്ടല്ലോ അച്ചോ, വരൂ, പതുക്കെ പറയാം. പറയേണ്ടത് പറയേണ്ടപ്പോ തന്നെ പറയണം മോളെ. വരൂ അച്ചോ. കുഞ്ഞുഞ്ഞമ്മേ. ശരി. മാത്യൂസ്. അയ്യോ, എനിക്കൊന്നും കേൾക്കണ്ടെന്ന്. നിർത്തി. വാ അച്ചോ, വരൂ. ഗേളി, നീ എങ്ങും പോണ്ട, ഇങ്ങ് പോരെ. കുഞ്ഞുഞ്ഞമ്മേ, അച്ഛൻ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എനിക്ക് കേൾക്കണ്ട. അതെ അച്ചോ, ഇന്നിനി സംസാരിച്ച ശരിയാവില്ല. വരൂ ഒരുമിച്ച്, വാ. അച്ഛനെന്താ ഇതിലൊക്കെ? ഇരിക്കച്ചു. ഇരിക്കാനൊന്നും നേരമില്ല. അലക്സാണ്ടർ വരൂ, ഒരു സ്ഥലം വരെ പോണം. എങ്ങോട്ട്? അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ട്. എനിക്കിത്തിരി പണിയുണ്ടല്ലോ അച്ചു. അതൊക്കെ അവിടെ വെച്ചിട്ട് വേഗം വാ. വരാം. ഒന്ന് വേഗം വരൂ അലക്സാണ്ടർ. സ്പോർട്സിന് പ്രൈസ് കൊടുക്കാനുള്ള ഉപ്പും സീലും ഒക്കെ. അയ്യോ, അതൊന്നും എടുക്കല്ല എന്റെ പൊന്നച്ചോ. വരിക വരിക. Daddy. How are you, girlie? I'm fine, Daddy. I'm happy. എനിക്കൊന്നുമില്ല. മോളെ കൈ എങ്ങനെയുണ്ട്? എല്ലാം കരിഞ്ഞു. പറയാതെ പോന്നതിന് എന്നോട് ദേഷ്യമുണ്ട് ഡാഡിക്ക്? ഒട്ടുമില്ല മോളെ. ഐ എം സോറി ഡാഡി. ഓ, അതത്ര കാര്യമാക്കണ്ട. എങ്ങനെയുണ്ട് അവിടെ എല്ലാവരും? നന്നായിരിക്കുന്നു. നിന്റെ ഉഷ തീർച്ചയായും എന്റെ കൂടെ വരുമായിരുന്നു നിന്നെ കാണാൻ. പക്ഷേ ഇന്ന് അവളുടെ മനസ്സമ്മതമാണ്. എല്ലാ അന്വേഷണങ്ങളും പറയാൻ പറഞ്ഞു. അങ്ങോട്ടും അത് തന്നെ പറഞ്ഞേക്കോ.
എങ്ങനെയുണ്ട് മോളുടെ വല്യമ്മച്ചി? പാവമാ ഡാഡി. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. ഒരുപാട്. അറിയാതെയാ വന്നത്. ഇപ്പൊ തിരക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇന്ന് വല്യമ്മച്ചി ഡാഡിയോട് ദേഷ്യപ്പെട്ടതിൽ വിഷമമുണ്ടോ? എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. മമ്മിയോട് പണ്ടുണ്ടായിരുന്ന ഇഷ്ടമാ ഇപ്പൊ എന്നോട്. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. സാരമില്ല, അന്നും ഇന്നും എനിക്ക് അവരോട് യാതൊരു പിണക്കവുമില്ല. എനിക്കറിയാമത്. എനിക്കറിയാവുന്ന പോലെ മറ്റാർക്കും അറിയില്ല എന്റെ ഡാഡിയെ. ആ, എങ്ങനെ അറിഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടെന്ന്? അലക്സ് വന്നിരുന്നു, നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിൽ. ഓ, ആ. ഡാഡിയോട് ഇനി എപ്പോഴെങ്കിലും ഞാൻ സംസാരിക്കാം. ഇപ്പം പൊക്കോട്ടെ. വന്നതൊരു പ്രത്യേക കാര്യത്തിനാണ്. ഡാഡി എനിക്കൊരു വാക്ക് തരണം. തരുമെന്ന് തീർത്ത് വിശ്വാസമുള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത്. ചോദിച്ചോളൂ. പ്രോമിസ് മീ, എന്റെ അസുഖത്തെക്കുറിച്ചുള്ള യാതൊന്നും എന്റെ വല്യമ്മച്ചി അറിയില്ല എന്ന്. വല്യമ്മച്ചി അറിഞ്ഞ പിന്നെ ആ മുഖത്തെ ദുഃഖവും എനിക്ക് കണ്ടു നിൽക്കാനാവില്ല. ഇവിടുന്നും പോയാൽ പിന്നെ മറ്റൊരിടം എനിക്കില്ല ഡാഡി. പ്ലീസ് പ്രോമിസ് മീ. പ്രോമിസ്. താങ്ക് യു ഡാഡി. പോട്ടെ. ഗളി, ഞാനിനി എന്താണ് ചെയ്യേണ്ടതെന്ന് കൂടി പറഞ്ഞിട്ട് പോവാ മോളെ. ഐ എം സോറി. സാരമില്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. വിഷമിക്കണ്ട, മോള് പോയിക്കൊള്ളൂ. ഡാഡി ഇവിടെ തന്നെ കാണും. പോയിക്കൊള്ളു മോളെ, വല്യമ്മച്ചി തിരക്കില്ലേ? I love you, Daddy.